ഹായ് ഹലോ. അതെ, തട്ടം എൻ്റെ തലേന്ന് ഊരാൻ പറ്റൂല കേട്ടോ. ഞാൻ ഭയങ്കര ദീനിയായി. അപ്പം നിങ്ങൾ വിചാരിക്കൂ എന്താ ഞാനിങ്ങനെ തട്ടത്തിൻ്റെ ഇങ്ങനെ എടുത്തു വെച്ച് പറയുന്നത്. എന്താ സംഭവം എന്നറിയോ? നമ്മുടെ തെറിത്തള്ള ഉണ്ടല്ലോ, തെറി ബീബി ഇപ്പം 2-3 ദിവസമായി തട്ടത്തിമറയത്തെ സുന്ദരി കളിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയോ? ഇതിനു മുമ്പ് ഞാൻ നിങ്ങളടുത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വിനീതേട്ടൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ. അതിൽ ആശാത്തി തട്ടത്തിമറയത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേപോലെ ഇപ്പം ആശാത്തി തട്ടം തലേന്ന് അയക്കുന്നില്ല. ഇപ്പം 3-ാമത്തെ ദിവസം തട്ടയച്ചിട്ടുള്ളൊരു പരിപാടിയുമില്ല. ഇതുവരെ പൊട്ടും കുത്തി സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്ന മൂപ്പത്തിക്ക് ഇപ്പോൾ തട്ടയക്കാൻ പറ്റുന്നില്ല. വിനീതേട്ടൻ വീണ്ടും വന്നൂല്ലേ? കൊച്ചു കള്ളി, ഞങ്ങളോട് ആരോടും പറയാതിരിക്കുകയാണല്ലേ. ഏതായാലും തട്ടത്തിൽ മറയത്തെ സുന്ദരി കളിച്ചോ. പിന്നെ നിങ്ങളോടായിട്ട് വേറൊരു കാര്യം, നമ്മുടെ അരുണ് വിളിച്ചു. നമ്മുടെ അല്ല കേട്ടോ, എൻ്റെ, അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ അരുണ് വിളിച്ച് തെറിത്തള്ളനോട് മാപ്പ് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് കന്നഡ മൊയന്തുണ്ണിയും ഇവളൂടിയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് നമ്മൾ അരുണിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പം ഹായ് അരുൺ. ഞാൻ അവളെ വിളിച്ച് തോന്നിയാസം പറയാണ്ട് നിന്നതാണ്. കാരണം നമ്മൾ വൃത്തികേടാവുക എന്നല്ലാതെ. അപ്പോൾ എൻ്റെ അമ്മേനെ പറ്റി അത്രയും രീതിയിൽ പറഞ്ഞിട്ട് പോലും ഞാനത് പ്രതികരിക്കാണ്ട് നിന്നൊന്നല്ല, മാപ്പ് പറിച്ചിട്ടൊന്നല്ല. പിന്നെ ആ കണ്ണട ഇട്ട് വരുന്ന നായിൻ്റെ മോനല്ലേ, ഓൻ്റെ ഒക്കെ വിചാരം വലിയ എന്തോ സംഭവമാണ്. ഓനിപ്പം തെറിത്താത്തേൻ്റെ കൂടെ പല കാര്യത്തിനും വേണ്ടി നടക്കുന്ന ഒരു വ്യക്തി. ഓന് ഞാൻ പറഞ്ഞത് മാത്രം ഓന് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നു. കാരണം തെറിത്താത്ത പറഞ്ഞ തെറികളും കാര്യങ്ങളൊന്നും അവന് അറിയൂല, അവന് പറയാൻ അറിയൂല. അങ്ങനത്തെ ഒരു കാര്യങ്ങളും എവിടെയില്ല. അപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരാണ് തെരുത്താത്തനപ്പോൾ കൊണ്ട നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമുക്ക് കച്ചറയ്ക്ക് താല്പര്യമില്ലായിട്ടോ പറയാൻ അറിയാനിട്ടല്ല. വീഡിയോയിൽ ഞാൻ അത്രയും പബ്ലിക് കാണാം ആ തെറിത്താത്ത വേശീന അമ്മാതിരി തെറി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടി എനിക്ക് പറയാൻ വലിയ മുട്ടും കാര്യമൊന്നുമില്ല എന്ന് ആലോചിച്ചൂടെ. പിന്നെ ആ കണ്ണടട്ടെ രോമം മോനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മായിക്ക് അല്ലെങ്കിൽ ഉണ്ടായെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അതുകൊണ്ടാണെങ്കിൽ ഏറ്റവും വലിയൊരു വേശ്യൻ്റെ കൂടെ ഇപ്പം കിടന്നിട്ട് നമ്മളെപ്പോലത്തെ ആൾക്കാരങ്ങനെ ചാമ്പുന്നത് ഇല്ലാത്ത കാര്യം. അതേമാതിരി നമ്മുടെ തെരുത്താത്ത ചെയ്തൊരു കാര്യം അറിയാം ഗൈസ്. നമ്മുടെ തെരുത്താത്ത ഒരു ഫോൺ കോൾ ചെയ്തു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ. അങ്ങനെ ചെയ്ത് അവരുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം വേറെ, അവരെ കൊണ്ട് വേറെ രീതി പറയിപ്പിച്ചിട്ട് ആ ഒരു വ്യക്തിയെ ട്രാപ്പ് ചെയ്തു. ആ ഒരു വ്യക്തിനെ ഞാൻ വിളിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞതാണ് ഒരു ട്രാപ്പായതിനൊക്കെ 2ാം കിട തരികിട ടീമാണ്, അറിയാണ്ട് പറ്റിപ്പോയതാണ്, എന്നോട് ചോദിച്ചതല്ല. ഇവളും ഈ കന്നഡ മൊയന്റെ എന്താ ചെയ്യാന്നറിയോ, സ്റ്റേഷനിൽ നിന്നാണ് എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സയ്യിർക്കാക്കനെ വിളിച്ച് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പം ഇവള് വിചാരിച്ച് അരുൺ എൻ്റെ കാമുകനാണെന്നും സലീം നാട്ടിലില്ലാന്നും എന്നൊക്കെയാണ് പറയാന്ന്. പക്ഷെ അവൾക്കത് തെറ്റിപ്പോയി. അവൾക്ക് വേണ്ട സംഭവങ്ങൾ അവൾ ഇട്ടിട്ട് സയ്യിർക്ക് ആ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സയ്യിർക്കാക്ക ഇവിടെ വീട്ടിൽ വന്ന് സംസാരിച്ചതാണ്. എന്താ വെച്ചാൽ പിന്നെ എന്നെ വിളിച്ചിട്ട് സ്റ്റേഷനിൽ ആണെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെയാണ് അജുബ ബസ്സിൻ്റെ മുതലാളിനെയും വിളിച്ചിട്ട് ഇവനെ പറ്റി പറഞ്ഞത്. എന്നിട്ട് ഇവർ സംസാരിക്കുന്ന വോയിസ് ഒന്നും ഇല്ലാതെ വളരെ മോശമായിട്ടാണ് ഇവർ മറ്റുള്ളവരെ ചിത്രീകരിക്കുന്നത്. അപ്പം നിങ്ങൾ മോശമായിട്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരും മോശമായിട്ട് തോന്നുന്നത്, ബന്ധങ്ങൾക്ക് വിലയില്ലാണ്ടും മറ്റേതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇവൻ ഏതായാലും പറഞ്ഞില്ല, എന്താ പറയാനുണ്ടോ? കുറച്ച് സൗണ്ട് ഓൽക്ക് എന്താ പറയാ, ഞാൻ എന്റെ ഒരു മെസ്സേജോ ഒരു കോളോ ഒരു എന്നെ വിളിച്ചാറ ഞാൻ പറഞ്ഞ അതുപോലെ എന്തോ പറയുന്നതായിരിക്കും. എന്നോട് എന്റെ വണ്ടി നിങ്ങൾ വണ്ടി ഒഴിവാക്കാം. ഞാൻ പറഞ്ഞ വണ്ടിയിലില്ല, പിന്നെ ആരാ ഒഴിവാക്കാം? പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ല ഡ്രൈവറാ. അമ്മമാരെ നാക്കല്ലേ, ഞാൻ അറിയില്ല എന്നെ ആരുള്ള കാരണം. ആദ്യം എന്നോട് ചൂട് ഞാൻ വിചാരിച്ച ആദ്യം
വിളിച്ചേരാ ഇതെന്തോ നമ്മളെ കണ്ടോ, അവരോട് പറഞ്ഞത് വേറെ, വീഡിയോ പുറത്ത് വന്നത് വേറെ. ഇതാണ് തിരുത്താത്തന്റെ സ്വഭാവം. ഓക്കെ, അവരാരാന്ന് വിചാരിച്ചിട്ടാ സംസാരിച്ചത്? അവരാരാണെന്ന് വിചാരിച്ചിട്ടാ സംസാരിച്ചത്? വേറെ ആരാന്ന് വിചാരിച്ച് സംസാരിച്ചതാ. അപ്പൊ അങ്ങനെയാണ്, അല്ലാതെ അരുണ് വിളിച്ച് മാപ്പ് പറയുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് വിചാരിച്ചിട്ട് തളിച്ചിനും ഇനിയും വീഡിയോ ഇടണ്ട. അവൻ പറഞ്ഞതിൻ്റെ അതിൽ അവന് തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല. വീഡിയോ കൂടി അത്രയും പബ്ലിക്കായിട്ട് അവന് തെറി വിളിക്കാൻ അറിയാം, ഫോണിൽ കൂടി അവന് മാന്യമാവേണ്ട ഒരാവശ്യമില്ല. അപ്പം അവൻ വിളിച്ചിട്ട് എന്തിനാണ് അവനുള്ളത് അവനെ തീർത്താൽ പോരെ എന്നുള്ള രീതിയിലാണ് അവൻ ചോദിച്ചത്. പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് ആ സ്ത്രീ ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ.